അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ പ്രതിഷേധം തുടരുന്ന വിദ്യാർത്ഥികളെ കാണാൻ തയ്യാറാകാതെ മാനേജ്മെന്റ്. വൈകിട്ട് 5 മണി വരെയും ഉത്തരവാദിത്തപ്പെട്ടവർ കോളേജിലെത്തിയില്ല. ഡോക്ടർ റാമിനെ പുറത്താക്കണമെന്നതുൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആവശ്യം കേൾക്കാൻ മാനേജ്മെന്റ് തയ്യാറായി. നിതിൻ രാജിന്റെ വകുപ്പ് മേധാവി കൂടിയായ ഡോക്ടർ റാമിനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് ഇന്ന് പ്രതീക്ഷിച്ചത്. വിദ്യാർത്ഥികൾ അങ്ങനെയായിരുന്നു അവർക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷേ അത്തരം നടപടികളിലേക്ക് മാനേജ്മെന്റ് കടന്നിട്ടില്ല. ഏതായാലും വലിയ പ്രതിഷേധമാണ് റാമിനെതിരെ ഉയരുന്നത്. പ്രത്യേകിച്ച് ഇന്നും ഇയാൾക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഗോത്രവർഗ്ഗക്കാരെന്നും ചെരുപ്പിടാതെ വന്നയാളെ കോളനി എന്നുമൊക്കെ വിളിക്കുന്ന തരത്തിൽ, അതുപോലെ പെൺകുട്ടികളൊക്കെ വലിയ തോതിൽ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന തരത്തിലുള്ള പരാതികളൊക്കെ ഇന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ഈ കോളേജിൽ നിന്നും പിരിച്ചുവിടണമെന്ന ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം വിവിധ പാർട്ടികളും അത്തരത്തിലുള്ള പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയതും പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. എന്തായാലും ആ കാര്യത്തിൽ മാനേജ്മെന്റ് നാളെ കഴിഞ്ഞ് ഒരു തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നിലനിൽക്കെ തന്നെ മാനേജ്മെന്റ് ഇങ്ങനെ ഒരു തീരുമാനമായാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു എന്നതാണ് ഇന്നത്തെ പ്രത്യേകത. അതായത് 10-ാം തീയതി നിതിൻ രാജ് ജീവനെടുക്കുന്ന ദിവസം ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ, അതോടൊപ്പം 35 മിനിറ്റോളം അതിനകത്ത് ഈ പ്രിൻസിപ്പളുമായി ഉണ്ടായ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, അത് സംബന്ധിച്ച പരാതികൾ, ഈ അധ്യാപിക നൽകിയ പരാതികൾ, അതിനുള്ള സംസാരങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം മാത്രമല്ല ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ ആപ്പും ഒരു പ്രധാന വിഷയമായിരുന്നു. അതോടൊപ്പം ഈ റാം എന്ന് പറയുന്ന അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള വളരെ മോശമായ പരാമർശം, അതായത് പരീക്ഷയ്ക്ക് തോൽപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ, അത്തരത്തിൽ വലിയ തോതിൽ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു നിതിൻ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യാപകമായ വലിയ തോതിലുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ് ഇതിൽ മുന്നോട്ട് പോകുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കടക്കും മുമ്പ് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഇക്കാര്യത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 7-അംഗ സംഘമാണ് ഈ ഒരു കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം കോളേജിന് മാനേജ്മെന്റിനെതിരെയും അതോടൊപ്പം റാം എന്ന് പറയുന്ന ഈ അധ്യാപകനെതിരെയും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിലും റാമിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. അതായത് ക്ലാസ്സുകളിലേക്ക് കയറാതെ ബോയ്ക്കോട്ട് ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഒരു സമരം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നിതിൻ രാജ് മരണവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് മാനേജ്മെന്റ് കടക്കുന്നില്ല എന്നതാണ് വലിയ തോതിലുള്ള ഒരു സങ്കടമുണ്ടാക്കുന്ന കാര്യം. ഈ കാര്യത്തിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിലാണെന്നാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നീതി ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. അതോടൊപ്പം ഈ മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യങ്ങളിലേക്കും പോലീസ് കടക്കുകയാണ്. സൈബർ പോലീസും കൂടി ഉൾപ്പെട്ട ഒരു സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അത്തരത്തിൽ വിപുലമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തും ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാവുക. നിതിൻ രാജിന്റെ മരണത്തിൽ ചാൻസലറായ ഗവർണർക്ക് പ്രാഥമിക റിപ്പോർട്ട് നൽകിയെന്ന് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമൽ. ഇത്തരം കോളേജുകൾ തുടരണമോ എന്ന് പോലും തീരുമാനിക്കേണ്ടതാണ്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും VC പറഞ്ഞു. കോളേജ് അധികൃതർ കുടുംബത്തെ ബന്ധപ്പെടാത്തത് മോശമായ നടപടിയാണെന്നും VC വിമർശിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ മെഡിക്കൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥി ജീവനൊടുക്കിയ സംഭവം അത്യന്തം വേദന ഉളവാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി. പുരോഗമന കേരളത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത വാർത്തകളാണ് പുറത്തുവരുന്നത്. മിടുക്കനായ വിദ്യാർത്ഥിയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ആരായാലും മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കേരളമാകെ നിതിൻ രാജിന്റെ കുടുംബത്തിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. നിതിൻ രാജിന്റെ കുടുംബത്തിന് വീട് നിർമ്മിക്കാനുള്ള പണത്തിന്റെ ആദ്യ ഗഡു കോൺഗ്രസ് കൈമാറി. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥി VS ശിവകുമാറാണ് 5 ലക്ഷം രൂപയുടെ ചെക്ക് നിതിന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചത്. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്ന് CPM. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി A. റഹീം നിതിൻ രാജിന്റെ കുടുംബത്തിന് CPM വീട് നിർമ്മിച്ചു നൽകും. 19-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്ന് റഹീം പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആരോപണ വിധേയനായ അധ്യാപകനെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.